ഹലോ എവ്രി വൺ. നമ്മുടെ സ്വന്തം ഹാലിഫാക്സിൽ കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങൾ സംസാരിക്കുകയാണ് ഇന്ന് ഇവിടെ വലിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൂടിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈയിടെ ഇറങ്ങിയ ഒരു ഷോർട്ട് സീരീസ്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാൻ നമ്മുടെ ടീമും കുറച്ച് സ്പെഷ്യൽ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് യു ഗൈസ്, ഐ ഡോണ്ട് തിങ്ക് യു നീഡ് മച്ച് ഓഫ് എൻ ഇൻട്രൊഡക്ഷൻ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള JB ക്രിയേഷൻസ് കുറേ മ്യൂസിക് വീഡിയോസ് ഇറക്കി. അതേപോലെ തന്നെ നമ്മൾ ഈയിടെ കുറച്ചധികം അവർ എല്ലാവരെയും പരിചയപ്പെട്ടു ത്രൂ ചാർലി. ഐ ഹോപ്പ് യു സീൻ ഇറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫസ്റ്റ് ടൈം ഐ എവർ സീൻ JB ക്രിയേഷൻസ്. ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടതാണ് മെയ്ഡ് ഇൻ ഹെവൻ. ദാറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പോജർ ടു JB ക്രിയേഷൻസ്. എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് പരിചയമുള്ള ഷെർലിൻ ചാർലിയിൽ ഇങ്ങനെ അഭിനയിച്ച്, അങ്ങനെ ചാർലി വലിയൊരു സംഭവമായിരുന്നു ഹാലിഫാക്സിൽ ഫോർ എ വൈൽ. ആൻഡ് ദെൻ അത് കഴിഞ്ഞും നമ്മൾ കുറേ കാണുന്നതാണ്. ആൻഡ് JB ക്രിയേഷൻസ്, ആസ് യു ഗൈസ് നോ, ഇസ് വെരി ആക്റ്റീവ് ഇൻ ആ കമ്മ്യൂണിറ്റി. എപ്പോഴും പുതിയ ഫേസസ്, കുറേ ടാലൻറ്റ് ഇങ്ങനെ അന്വേഷിച്ച് കുറേ ആൾക്കാരെ ഇൻവോൾവ് ചെയ്തൊരു വെരി ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ഇനി അധികം പറയുന്നില്ല. നമ്മുടെ JB ക്രിയേഷൻസിൻ്റെ വലിയൊരു ഹെഡായ ജെബിൻ ചേട്ടനെ തന്നെ. ജെബിൻ ചേട്ടാ, ഡു യു ഹാവ് എനിത്തിങ് ടു സേ? വുഡ് യു ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദി ടീം? ഇതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഓൾറെഡി ഇതിനു മുമ്പ് നമ്മുടെ പ്രൊജക്ട്സിനൊക്കെ ഉള്ളായിരുന്നു. അഭിലാഷ് ചേട്ടൻ ത്രൂ ഔട്ട് ഹാലിഫാക്സിലുള്ള എല്ലാ നമ്മൾ ചെയ്ത പ്രൊജക്ട്സിലും ഉണ്ടായിരുന്നു, പാട്ടായിരുന്നു. അതിൽ ചേച്ചി പുള്ളിക്കാരിയും പാട്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് ഈ ഒരു പുതിയ വർക്കിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്കാണ് ഇൻട്രൊഡക്ഷൻ വേണ്ടത്. അതിൽ ഫസ്റ്റ് നമ്മുടെ നായിക അനഘ. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്ത പ്രജിത് ബ്രോ. ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് നമ്മളോട് കൊളാബറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിഖില ചേച്ചി ഈ തവണ നമ്മുടെ ടീമിൽ ചേർന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഈ തവണത്തെ പ്രൊഡ്യൂസർ ആൻ ചേച്ചി. ആൻ ചേച്ചിയുടെ കാര്യം I guess not in like no one needs an introduction. I guess everyone in Halifax knows her. I think the first time ഞാൻ ആൻ ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടിട്ട് ലൈക്ക് ഒരു പ്രാവശ്യം കണ്ട സംസാരിച്ചുള്ളൂ. And then after that I remember seeing her again and I remembered. I am very bad with names and people, but I don't know, she leaves an impression. Appo it's so good, right, to have her. And An Chichi, how do you feel? Like why did you approach An Chichi actually? Why An Chichi? ആൻ ചേച്ചിനെ ആക്ച്വലി ഹാലിഫാക്സിന് വരുന്ന മുമ്പ് തന്നെ അറിയാവുന്നതാണ്. സോ നോൺ പേഴ്സൺ. എനിക്ക് എപ്പോഴും കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അറിയാവുന്ന ആൾക്കാരോടെ ചെയ്യുന്നതാണ് ഇത്. പിന്നെ ആൻ ചേച്ചി കമ്മ്യൂണിറ്റിയിൽ ഫുള്ളി ആക്റ്റീവ് ആണ്, ഭയങ്കര അപ്രോച്ചബിൾ ആണ്. പിന്നെ എനിക്ക് നമ്പർ ഉണ്ടായിരുന്നു, അത് വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് ഒക്കെ പറയുന്ന ഒരു പ്രതീക്ഷയുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ അവർ ചോദിക്കും. അതായിരുന്നു, I was going to come there. What did you feel and when you first heard about this project? What were your sudden thoughts? It's not unusual that നമുക്ക് പറയാം ജിബിൻ വിളിച്ചു. എനിക്ക് അവന്റെ വർക്കൊക്കെ എന്ന് പറയുമ്പോൾ what's that? Everybody have had that, മഞ്ഞ് പെയ്ത് അറിഞ്ഞില്ല ഫസ്റ്റ് ലവ് മൊമെന്റ്. even though പൊളിഞ്ഞ മൊമെന്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു ഫീലും ആ ഒരു ഫീൽ ഗുഡ്നെസ് എവറിത്തിങ് ഇൻ എവറി മൂവിയിലും ഉണ്ട്. Especially when life takes you along and then you're nowhere there, like you're nowhere at the place that you were once there. ഒരു സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഇതെല്ലാം ഇപ്പൊ പോകുമ്പോഴും അവന്റെ ചെറിയ ചെറിയ വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ yes, I remember her face, yes, I forgot falling in love with, അങ്ങനെ ഒരു ഫീൽ വരും, which is a good thing, പൊളിഞ്ഞതാണെങ്കിലും നല്ല ഓർമ്മകൾ കിട്ടുന്ന ഒരു സന്തോഷം. But it's always good. You don't regret that feeling. ഷോർട്ട് സീരീസ് കണ്ടപ്പോ ആ ഒരു വൺ വേർഡ് ഫീലിംഗ്, സീരീസ് ആദ്യം കണ്ടപ്പോ മുതൽ എന്റെ ഇങ്ങനെ ചിന്തിരിക്കുക തീർന്നപ്പോഴും. അപ്പൊ ഈ സ്റ്റോറി ലൈൻ എങ്ങനെയാ ആക്ച്വലി? ഹൗ ഡിഡ് ഇറ്റ് കം ഇൻടു സ്റ്റോറി ലൈൻ? എനിക്കൊന്നും ഇന്നത് അങ്ങനെ ഭയങ്കര സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. കുറച്ച് ഹാപ്പനിങ്സ് ആണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ
ടേക്ക് യു ബാക്ക് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ കോളേജിൽ സ്കൂളിലൊക്കെ നടന്ന നമ്മുടെ ഇടയിലും നമ്മുടെ ഫ്രണ്ട്സിനിടയിലും കണ്ട കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ ആയിരിക്കാം. ദിസ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലും ഇതുപോലെ കുറെ കഥകളുണ്ട്. കുറെ സ്റ്റോറീസ് മിങ്കിൾ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടറായ റിയ എന്നൊരു ക്യാരക്ടറിനെ എൻവിഷൻ ചെയ്തപ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ജിബിൻ ചേട്ടന്? ഇതുപോലെ ഒത്തിരി സീരിയസ് ഒന്നും അല്ലാത്ത ഭയങ്കര ബബ്ലി ആയിട്ടുള്ള എന്നാ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം സീരിയസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ നമ്മുടെ ഇടയ്ക്കില്ലേ ഭയങ്കര ക്യൂട്ടായിട്ട്, പ്രത്യേകിച്ച് ഭയങ്കര ഒത്തിരി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ബബ്ലി ആയിട്ടുള്ള ഒരാൾ അത്ര ഉള്ളായിരുന്നു. അപ്പൊ റിയൽ ലൈഫിൽ ഐ നോ യു ഗൈസ് ന്യൂ ഈച്ച് അതർ ബിഫോർ, റിയൽ ലൈഫിൽ അങ്ങനെ എനിക്ക് ആയിരുന്നോണ്ടാണോ റിയ എന്നൊരു ക്യാരക്ടർ ഒന്ന് ജെബിൻ ചേട്ടൻ പറയട്ടെ? അങ്ങനെ അല്ലാത്തവരും അങ്ങനെ ആക്കി എടുക്കുന്നതാണല്ലോ നമ്മുടെ ഒരു ആക്ച്വലി ഫോർ അനഘ ഐ കൈൻഡ് ഓഫ് നോ ഹർ പേഴ്സണലി too. So I know you've done a few other projects and all, but first time doing like full on a film, right? Series. Okay, we വിചാരിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു റിയ. And Saturn from the beginning to end പറയുന്ന നല്ല ബബ്ലി ആയിട്ട് ഇരിക്കുന്ന മതി, കൂളാണ്, സിമ്പിൾ ആണ് എന്നൊക്കെ ചേട്ടൻ എപ്പോഴും പറയും. അപ്പം പിന്നെ എപ്പോഴും പറയും നീ ഓവർ സ്ട്രെസ് ഒന്നും ചെയ്യണ്ട, സിമ്പിൾ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നോണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമോ, ഇപ്പൊ ആക്ട് ചെയ്യാൻ പറയുമോ, എങ്ങനെയുണ്ടാവും? ലൈക്ക് വാട്ട് ഡിഡ് യു ഫീൽ ആസ് എ ഫസ്റ്റ് ടൈം ലൈക്ക് ന്യൂ കമർ ഇൻ എ സെറ്റ്? ആൻഡ് യു നോ a lot of people here who acted with you has worked with Jebin Jettam before, പക്ഷെ as the newbie in the group when you were acting, how did it feel? What's a good memory you can share? It was fun, a lot of fun. And അതിനകത്ത് എന്തോ ഞാൻ ഫസ്റ്റ് ഡേ ഫോർ ദ ഫസ്റ്റ് 5 minutes ഭയങ്കര റെസ്പെക്ട് ഒക്കെ ആയിരുന്നു. 5 മിനിറ്റ് അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ജെബിൻ ചേട്ടന്റെ സെറ്റ് ജനറലി ഒരു കാഷ്വൽ, ഒരു ലോട്ട് ഓഫ് friendly Fun to work with. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഐ ഗെസ് അനക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ അതുല്യ ചേച്ചി, യു ബിൻ വർക്കിംഗ് വിത്ത് ജെബിൻ ചേട്ടൻ ഫോർ എ ഫ്യൂ മൂവീസ് നൗ. വീവ് സീൻ യു ഫോർ ചാർലി. അതിനകത്തും ജെബിൻ ചേട്ടന്റെ ഒരു എന്താ പറയുന്ന ഒരു വെരി പൊസസീവ് പാർട്ട്ണറിനെ പോലെയായിരുന്നു. ഈ റോള് പ്ലേ ചെയ്തപ്പോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരുന്നോ? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ പ്ലേയിങ് ദിസ് റോൾ? എവറി റോൾ ഇസ് ഡിഫറെന്റ്. ലൈക്ക് അവൻ ഒരു റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊണ്ടുവരുമ്പോഴേ, ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അവൻ സ്ക്രിപ്റ്റ് കൊണ്ടുവരുമ്പോഴേ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇൻപുട്ട്, ലൈക്ക് അവൻ്റെ തോട്ട് പ്രോസസ്സ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് അവൻ ചിന്തിക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതും. വൺ ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവനുണ്ടാവും. സോ ഇപ്പോൾ സ്നേഹയുടെ ക്യാരക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവനൊരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹി ഹാസ് ദ ക്ലിയർ ഐഡിയ. അവൾ എങ്ങനെയാണ്, എത്ര ടൈപ്പ് ഓഫ് ബോൾഡ് ക്യാരക്ടറാണ്, എങ്ങനെയായിരിക്കണം അവളുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം അവനറിയാം. എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്കതാ മനസ്സിലായിട്ടുള്ളത്. ഈവൻ ചാർലി ആയാലും മെയ്ഡ് ഇൻ ഹെവനിലായാലും ഹീസ് വെരി ഫ്രണ്ട്ലി ടു വർക്ക് വിത്ത്. അത് കുറച്ചുകൂടെ നമുക്ക് ആ കംഫർട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ഹീസ് ഡൂയിങ്. അത് ഞാനത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ചേച്ചി ആദ്യമായിട്ട് ലൈക്ക് ഇങ്ങനെ ആക്ടിങ്ങിലൊക്കെ വരുന്നത് ജെബിൻ ചേട്ടന്റെ ടീമിൽ കയറിയപ്പോഴാണോ? അങ്ങനെ പറയത്തില്ല. റിയൽ കിങ്സ്, റിയൽ കപ്പിൾസ്, റിയൽ അപ്പൊ ഇവർക്ക് ഒരു ടീമൊക്കെ ഉണ്ട്. ഹാലിഫാക്സിലൊരു റീൽ കമ്മ്യൂണിറ്റി പോലെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കോവിഡ് ടൈമിൽ വെരി ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഒക്കെ ഇട്ടു. പിന്നെ ലൈഫ് ടുക്ക് ഓൺ, ലൈക്ക് ഞങ്ങൾ എല്ലാവരും ബിസി ആയി കുറച്ച്. പിന്നെ സീരിയസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്യാമറയിൽ ഫേസ് ചെയ്ത് ഒരു പ്രോപ്പർ ഡയറക്ഷനിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ജെബിൻ്റെ. അപ്പോൾ ഇനി ഐ ഗെസ് ഐ ഡോണ്ട് നീഡ് ടു സ്പെസിഫിക്കലി സേ, പക്ഷേ അഭിലാഷ് ചേട്ടൻ ആൻഡ് അതുല്യ ചേച്ചി അവരപ്പോൾ ഒരു പവർ കപ്പിളാണ്. ഐ ഗെസ് വീവ് സീൻ ദം ടുഗദർ ഇൻ എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ അഭിലാഷ് ചേട്ടൻ, ഞാനൊരു ഫുൾ ക്യൂരിയോസിറ്റിയോടെ ലൈക്ക് ആഫ്റ്റർ വാച്ചിങ് ദ ഷോർട്ട് സീരീസ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ, സത്യത്തിൽ സ്നേഹ എങ്ങനെയാണ്? ഐ മീൻ സോറി, അതുല്യ ചേച്ചി സത്യത്തിൽ ജീവിതത്തിൽ പിങ്ക് ഡ്രസ്സാണോ അതോ ബ്ലാക്ക് ഡ്രസ്? ഇടയ്ക്കായിട്ട് മെറൂൺ ആയിട്ട് വരും.
അഭിലാഷായിട്ടും പറയട്ടെ, ആ ഒരു പേഴ്സൺ ശരിക്കും ഡീപ്പായിട്ട് അതിൽ ചേച്ചിനെ അറിയാവുന്നതുകൊണ്ട്. മോസ്റ്റ്ലി പിങ്ക് തന്നെയാണ്. പിങ്ക് തന്നെയാണോ? വീട്ടിലേക്ക് പോകണ്ട. ഓ, കുറച്ചൊക്കെ പേടിയുണ്ടല്ലേ. അപ്പോ ജബിൻ ചേട്ടാ, സത്യത്തിൽ ഈ ഷോർട്ട് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഐ മീൻ ഇവൻ ജസ്റ്റ് ഷോർട്ട് ഫിലിം ഇൻ ജനറൽ, ഇവൻ ഇഫ് ഇറ്റ്സ് എ 3-minute വീഡിയോ, എനിത്തിങ് ദാറ്റ്സ് പ്രൊഫഷണലി ഡൺ ടു ദാറ്റ് ക്വാളിറ്റി, എന്തായാലും ഒരു 1.5 പണിയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഷെർലിനെ അനഗേനൊക്കെ വിളിക്കുമ്പോൾ ലേറ്റ് അവേഴ്സ്, സംടൈംസ് ഇറ്റ്സ് സോ മച്ച് എഫേർട്ട്. ആദ്യം പറഞ്ഞ പോലെ വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരിതാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ലേറ്റ് ആയിട്ട് ഷൂട്ട് തീരുന്നതും ഷൂട്ട് ഡിലേ ആയി പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ടേക്ക് പോകുന്നു ആൾക്കാർ മിസ്റ്റേക്ക് കൊണ്ടൊന്നുമല്ല. നമ്മൾ റിലാക്സ് ചെയ്ത് ഫണ്ണായിട്ട് സമയമെടുത്ത് ചിരിച്ച് കളിച്ചൊക്കെയാണ് ഷൂട്ട് ചെയ്യാറ്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം സമയം പോകാറ്. അതെ, സംസാരിച്ച് നമ്മൾ അത് തന്നെ. അപ്പോൾ ജിബിൻ ചേട്ടാ, ഇൻ ദിസ് വണ്ടർഫുൾ ടീം ദാറ്റ് യു ഹാവ് ഹിയർ, എല്ലാവരും വെരി ക്വിക്ലി, ലൈക്ക് what role did everyone play? നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് പീപ്പിൾ ഹു ആർ നോട്ട് ഹിയർ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച 2 പേര് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ അവർ ഓരോ എപ്പിസോഡിൽ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ്ലി വന്നിട്ട് പോയ 2 പേരാണ്. ഒന്ന് നമ്മുടെ ഐവിൻ ചേട്ടൻ വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ പറഞ്ഞ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു ബ്രദറിൻ്റെ, സേവിയർ എന്ന് പറഞ്ഞ ബ്രദറിൻ്റെ റോള് പുള്ളി നൈസായിട്ട് ചെയ്തു. പുള്ളി വന്നിട്ടില്ല. ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട് വെരി സ്വീറ്റ്ലി, നൈസ്ലി, അടിപൊളിയായിരുന്നു. പിന്നെ ആൽവിന, പുള്ളിക്കാരി നമ്മുടെ ഇതിനു മുമ്പ് ദ യുണൈറ്റഡ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അത് തന്നെ അതിൻ്റെ അകത്ത് അഭിനയിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് പുള്ളിക്കാരിയെ വിളിച്ചത്. കാരണം ആ ഒരു പർട്ടിക്കുലർ സംഭവം പുള്ളിക്കാരി സൂപ്പർ ആക്കുമായിരുന്നു. പുള്ളിക്കാരി അതെ, ഒരു ദിവസം ഉള്ളായിരുന്നു പുള്ളിക്കാരി വന്നു ഒന്നിച്ച് പോയി. പിന്നെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അനഘ, പ്രിയയുടെ ക്യാരക്ടർ അടിപൊളിയാക്കി, സ്നേഹ അതിലെ ചേച്ചി അടിപൊളിയാക്കി, നീതു അടിപൊളിയാക്കി, ഷെർലിൻ, പിന്നെ ഞാനും അടിപൊളിയാക്കി. മതി ഇവരുടെ ഓക്കെ സ്ക്രീനിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇവരില്ലാതെ ഈ പ്രോജക്റ്റ് സാധ്യമാവില്ലായിരുന്നു എന്നുള്ളവര്. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയേണ്ടത് പ്രജിത് ബ്രോ ആണ്. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അപ്പം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഫോട്ടോയും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലതായിട്ട് അറിയാം. പ്രൊഫൈല് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ കാസ്റ്റിംഗ് കോള് അങ്ങനെ വിളിച്ചപ്പോൾ പുള്ളി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതാണ് ഏറ്റവും സന്തോഷം. അങ്ങനെ വളരെ നല്ല പാഷനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി വന്ന് കളറാക്കി. അപ്പം മെജോറിറ്റി ഓഫ് ദ സീൻസ് പുള്ളിയാണ് ഷൂട്ട് ചെയ്ത്. പിന്നെ നമുക്ക് അസിസ്റ്റന്റ് ക്യാമറമാൻ ഈ പ്രാവശ്യം ജനിച്ചു കേട്ടോ. ചില എപ്പിസോഡ്സ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് അഭിലാഷ് ചേട്ടനാണ്. ചില എപ്പിസോഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഷൂട്ട് ചെയ്ത് നികിത ചേച്ചിയാണ്. സോ കുറെ എപ്പിസോഡ്സ് ഒക്കെ പലരാണ് ഷൂട്ട് ചെയ്ത്. ഷെർലിൻ അസിസ്റ്റന്റ് ഡയറക്ടർ, എല്ലാത്തിനും അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ക്യാമറ, അസിസ്റ്റന്റ് ആക്ടർ. ഇനി ആക്ച്വലി ചേച്ചിനോടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ, നിഖില ചേച്ചി. Because I heard you talk about the locations earlier and I was wondering, കാരണം ഇപ്പൊ എനിക്ക് തന്നെ having been here for a while, ചില സീൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഐ വാസ് സീയിങ് ഹാലിഫാക്സ്. നമ്മൾ തന്നെ ആൻഡ് എ ലോട്ട് ഓഫ് ഇറ്റ് ഫെൽറ്റ് മോർ റിലേറ്റബിൾ. കാരണം നമുക്ക് പരിചയമുള്ള ആ ഒരു ഇതും ഏരിയാസ് ഒക്കെ കണ്ടപ്പോൾ. പക്ഷെ ഐ ഹാവ് ടു സേ, ഫ്രം വാച്ചിങ് ദ സീരീസ്, ഐ റിയലി എൻജോയ്ഡ് ഓൾ ദ ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ദറ്റ് യു ചോസ്. അത് ചേച്ചിയുടെ വർക്ക് ആയിരുന്നു. ഞാനും എല്ലാവരുടെയും ഒരു ടീം എഫേർട്ട് ആയിരുന്നു. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ when came on screen it looked so beautiful. നമ്മുടെ ഹാലിഫാക്സ് ഓൾറെഡി ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ താങ്ക്ഫുള്ളി ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. പ്രജിത്ത് നന്നായിട്ട് അത് സിനിമാറ്റോഗ്രാഫി വാസ് ബ്രില്യൻറ്റ്. സോ യാ, വി ട്രൈഡ് അവർ ബെസ്റ്റ് ടു പിക്ക് അപ്പ് ഗുഡ് ഫ്യൂ ലൊക്കേഷൻസ് അങ്ങനെ ഹാലിഫാക്സ് ഉള്ളത്. ആൻഡ് താങ്ക്ഫുള്ളി നമുക്ക് ഡിഫറെൻറ്റ് വെതർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ആ ഒരു ടൈം ആയിരുന്നത് കൊണ്ട്. I have to say you guys did a really good justice to the name. ഞാൻ അധികം പറയുന്നില്ല, പക്ഷെ I have to say it was really good. അപ്പോൾ പക്ഷെ ആക്ച്വലി that was something I was curious about. ലൈക്ക് ആ പാട്ടും പേരും അത് മഞ്ഞിന്റെ സീൻ വന്നിട്ടാണോ അത് ഡിസൈഡ് ചെയ്തത്? ലൈക്ക് വെയിൽ പോയത് അറിഞ്ഞില്ലാതെ. അല്ല, മെയിൻ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ ചില
ഞാൻ അനഘയോട് ഇപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടി നമ്മുടെ ക്ലൈമാക്സ് മഞ്ഞത്തായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ലേ. അന്ന് ഹാലിഫാക്സിൽ മഞ്ഞ് പെയ്തിട്ടില്ല, ഒന്നും പെയ്തിട്ടില്ല. അന്ന് ഞങ്ങൾ ഫോളിൽ ഷൂട്ട് കഴിക്കുമ്പോൾ ക്ലൈമാക്സ് മഞ്ഞിലായിരുന്നു, രസമായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന. അന്ന് ഷൂട്ട് ഷെഡ്യൂൾ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഷൂട്ട് എല്ലാവരും നമ്മൾ സമയം വെച്ചാണ് എല്ലാവരും അവൈലബിലിറ്റി വെച്ചാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. തലേദിവസം എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ പോകുന്നവർ എല്ലാം പ്ലാൻ ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോ മഞ്ഞ്. ഫസ്റ്റ് സ്നോഫോൾ ഇൻ ഹാലിഫാക്സ്. ഫസ്റ്റ് സ്നോഫോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാല് ഒരു ഇങ്ങനെ വരുന്ന അതൊക്കെ ഒരു ബ്ലെസ്സിങ്. അപ്പൊ ഈ പറഞ്ഞ സിനിമാറ്റോഗ്രാഫേഴ്സ് പറയുകയാണെങ്കിൽ ഈ ഷോർട്ട് പോർട്രേറ്റ് സീരീസ് ആയത് കാരണം നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ബ്യൂട്ടി ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് നമ്മൾ ബ്ലോക്ക്ഡ് ആയിട്ട് ആൾക്കാരുടെ ഫേസ് ഒക്കെയാണ് കൂടുതലും. പക്ഷെ അതിന്റെ കൂടെ ലൈക്ക് ആഡ് ഓൺസ് ആയിട്ട് കിട്ടുന്നതാണ് ഈ പറഞ്ഞ. I have to say, like, personally watching from like someone who is not seeing it all the time, ഞാൻ കണ്ടപ്പോൾ I thought it was really beautiful. And ഇങ്ങനെ സൈഡിൽ ഫോളിന്റെ കുറച്ചൊക്കെ കാണായിരുന്നു, വിന്ററി. And first novel, I don't know, it was beautiful. And I think it's definitely something people can look forward to. Appo behind the camera, Prajit Cheta, how was it working with them? എങ്ങനെയായിരുന്നു സെറ്റ്? ഇങ്ങനെ നിക്കാൻ പറഞ്ഞ ഇല്ല സെറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഞങ്ങൾക്കിടയിൽ. ഭയങ്കര രസമായിരുന്നു ഉള്ളിൽ മൊത്തത്തിൽ പറയാൻ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ കളിയാക്കി പോയത് അറിഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങള് ജോലി കഴിഞ്ഞിട്ടാവും എല്ലാരും വരുന്നുണ്ടാവുക, ടയേർഡായിരിക്കും. പക്ഷെ മൊത്തത്തിൽ ഓളായിരുന്നു. എല്ലാരും ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം ഫണ്ണായിരുന്നു. അപ്പൊ ആൻ ചേച്ചി, നമുക്ക് കുറച്ച് സീരിയസ് ടോപ്പിക്കിലേക്കൊക്കെ കിടക്കാം. ആൻ ചേച്ചി ഈസ് വൺ ഓഫ് ദ ഫ്രണ്ട്ലിയസ്റ്റ് പീപ്പിൾ ഐ തിങ്ക് ഐവ് എവർ മെറ്റ്. ഇപ്പോൾ മെന്റർ ആയിട്ടും യുനോ personally as a mentor, and a lot of different roles I think you play. But Halifax lipo main aita the reason you can support them, Chichi, you're mainly a realtor, right? Apo it's been a long journey for you. I think I know you're a mom, a lot of other roles. I don't need to go all there, but what was your journey like? And you know, it was a big part, it was a big help, it was a big support for them that you were there. പക്ഷെ ഇങ്ങോട്ട് എത്താൻ ലൈക്ക് വലിയൊരു what helped you? How are you here? God. Thanks to God. I don't know. But it's him. So എൻ്റെ അങ്കിളായിരുന്നു. You say that. Just uncle. And then I have the wind beneath my wings as my husband. Are you enjoying being a realtor? It is very gratifying. Everything that you were looking for, a home is everything much beyond. It's beyond. And when I get to do as a part of my profession, it's another level of joy. So, Sherilyn, I think this is your second very serious shooting with. നീ മാറിപ്പോയോ? രണ്ടാമത്തേതാ? യുണൈറ്റഡ് ലവ് സ്റ്റോറി. അതിനകത്ത് പുള്ളിക്കാരി ഫുൾ ചായ കുടിക്കുന്ന അതായത് അഭിനയിച്ചില്ലെങ്കിലും പുള്ളിക്കാരി ലൈക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാനൊക്കെ. ആക്ച്വലി അസിസ്റ്റ് ചെയ്യാ ജമിൻ ചേട്ടാ. ഓഫ് കോഴ്സ് ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നമ്മൾ കാണാത്ത പലതും കാണും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരി പറഞ്ഞ അപ്പൊ തന്നെ വരും. പിന്നെ എന്റെ വീടിന്റെ അടുത്താണല്ലോ. കൺവീനിയൻസ് ഇപ്പൊ ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ചോറ് കറി കൊടുത്താൽ മതി. ചോറ് വേണ്ട. അപ്പൊ സോറി ഷെർലിൻ, തേർഡ് ടൈം എങ്ങനെയുണ്ടായിരുന്നു ടു സീ യുവർ ഫ്രണ്ട് ഓൺ സ്ക്രീൻ? ഹൗ വാസ് ഇറ്റ് like directing her? നീ വിചാരിച്ച പോലെയായിരുന്നോ when you saw the final product? ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ലപോലെ അവൾ ചെയ്തു. അവളുടെ മറ്റേ റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയായിരിക്കുമല്ലോ എങ്ങനെ ചെയ്തതെന്ന്. അപ്പം നാണമില്ല ഇൻ ദ ഗുഡ് സെൻസ്. ഈ അഭിനയത്തിനും കാര്യങ്ങൾക്കൊക്കെ വരുവാണേലും നല്ല നാച്ചുറലി എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാനും ആൾക്കാരായിട്ട് ഉള്ള കണക്ഷൻസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഇല്ലെങ്കിൽ എനിക്കാണല്ലോ റെക്കമെൻഡ് ചെയ്ത ആൾക്കാർക്കും വലിയൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ശരിയാ. ഓക്കെ, ഇനി ഷെർലിനോട് ഒരു ക്വസ്റ്റ്യൻ. ഐ എം ഓൾസോ വെരി പേഴ്സണലി ക്യൂരിയസ് അബൌട്ട് ദിസ്. ഫസ്റ്റ് ലവ് ഇൻ സ്നോ ഓർ ഫസ്റ്റ് ലവ് ഇൻ ഹോം ടൗൺ? ഫസ്റ്റ് ലവ് ലൈക്ക് ഇൻ റിയൽ ലൈഫ്. ഓക്കെ, ഫസ്റ്റ് എവിടെയും ആയാൽ മതി, എവിടെയും ഒന്ന് കിട്ടിയാ മതി. അതിപ്പോ രാത്രിയിലും പകലൊന്നും
വീട്ടിലായാലും ഫസ്റ്റ് കിസ്സാണ് പിന്നെ ലവ് ഉണ്ടായിട്ടില്ല കിസ്. സോറി. അല്ലെങ്കിൽ അത് ഞാൻ ഇപ്പൊ നമുക്ക് റീടേക്ക് ചെയ്യാം. ഐ വിൽ ആഡ് ഓൺ സംതിങ്. ബേസിക്കലി ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പോലും വിചാരിച്ചില്ല. ഓക്കെ, ഐ നോ മൈ പൊട്ടൻഷ്യൽ ആൻഡ് എവറിത്തിങ്. പക്ഷെ എന്നെ ഇങ്ങനെ ആക്കി എടുത്തത് ജബിൻ ചേട്ടനാന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അല്ലോ നീ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ ഇതില്ല ഇല്ല ഇല്ല ഇല്ല. പക്ഷെ ആക്ച്വലി ജെബിൻ ചേട്ടാ, ജസ്റ്റ് ഗിവ് യു സം കോണ്ടെക്സ്റ്റ്, ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഈ കോൺവെർസേഷൻ ആക്ച്വലി വന്നായിരുന്നു. സോ എവ്രി വൺസ് റിയലി ബിസി. അപ്പോൾ ഇവളും ലൈക്ക് അത്യാവശ്യം ബിസി ആയിരുന്നു. ആൻഡ് വി ഹാഡ് ദിസ് കോൺവെർസേഷൻ അബൌട്ട് the filming and all, and she said it's a very different character. It's nothing like me in real life. Like how will it be when it's on screen? And പക്ഷേ like while I was watching, I also felt the same thing. I was like, it felt like it was her. Yeah, he made me. Sure, I like that too. അങ്ങനെ മൊത്തം എടുക്കണ്ട, എന്റെ ഫോട്ടോ. അതായത് എപ്പോ ക്യാമറ റെക്കോർഡിംഗ് ഓഫ് ആണോ കഴിവൊക്കെ അത് പുറത്ത് വരും. എന്ത് ചെയ്യാൻ, ക്യാമറ ഓഫ് ആക്കും അങ്ങോട്ട് നന്നായിട്ട് അഭിനയിക്കും. ജെബിൻ അടിപൊളി ആക്ടറാണ്, നമുക്ക് അറിയാം, എല്ലാരും ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ അനഘയുടെ പൊട്ടൻഷ്യൽ ഇസ് മെയിൻ ഹൈലൈറ്റ് ഇൻ ദിസ്. അത് അതിൽ ചേച്ചി പറഞ്ഞല്ലേ, ഹി നോസ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പെർഫെക്റ്റ് ഐഡിയ ഉണ്ട്. അത് അതുവരെ ആക്കിയെടുക്കും. അല്ല, ജെബിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ഒരു 4 പ്രോജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയാം അവൻ ആ ഒരു ആസ് എ ഡയറക്ടർ നമ്മുടെ ആക്ടേഴ്സിനായാലും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കുന്ന ഒരു കംഫർട്ട് ഭയങ്കര വലുതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചിലപ്പോൾ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ കൂടുതൽ നീണ്ടു പോകാറില്ല. കാരണം നമ്മൾ അത്ര ഒരു കംഫർട്ടബിൾ ആണ്. കോംപ്രമൈസ് ഓൺ ദി ക്വാളിറ്റി. ചില സമയത്ത് ഏറ്റവും അലം ഭവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്കാരിൽ നിന്ന് ബെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ലൈക്ക് അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഓണാണ് ഓക്കെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് കൊടുത്തിട്ട് അവരിൽ നിന്ന് അവരുടെ ബെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം അത് റിഫ്ലക്റ്റ് ആയി. ഇപ്പൊ അനഘ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇന്ന് പറഞ്ഞ പോലെ ആയാലും സ്നേഹയുടെ ക്യാരക്ടർ ആയാൽ പോലും അത് ഇറ്റ്സ് നോട്ട് ഹേർ. അത് നമുക്ക് അവളെ അറിയാവുന്നവർക്ക് അറിയാം, നല്ലപോലെ അറിയാൻ പറ്റും. പക്ഷെ അത് ചെയ്യാൻ പറ്റിയത് ഓഫ് കോഴ്സ് ഇപ്പം ആൾക്കാരുടെ പൊട്ടൻഷ്യൽ ഉണ്ട് അതൊന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ക്യാമറ ഓൺ ചെയ്തിട്ട് അത് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അതിന് നമ്മൾ ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഇൻപുട്ടും കൂടെ അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമ്പം നമുക്ക് ഒരു ജോലിക്ക് പോകുന്ന പോലെ ഇന്നും ഉണ്ടല്ലോ ഇത് തൊല്ലയാണല്ലോ എന്നുള്ള ആ രീതിക്ക് പോവാതെ നമ്മളൊരു ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ട്രിപ്പ് പോകുന്ന പോലെ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നു, എന്തെങ്കിലും കുറേ ഫണ്ണ്, കുറച്ച് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഒരു വൈബാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഞാൻ പറഞ്ഞില്ല, മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, മിനി ചേച്ചി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മുടെ നായികയായിട്ട് വന്ന എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം അവളെ ഇവർ പരിചയപ്പെടുന്നു. അപ്പം ഹോൾ ടീം നമ്മൾ ആ ഒരു പ്രൊജക്റ്റിനാണ് ആദ്യമായിട്ട് കാണുന്നതും മിണ്ടുന്നു. പക്ഷേ ലൈക്ക് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഷൂട്ട് ഞങ്ങൾക്ക് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഒരു 2 മണി മഴ തണുപ്പ് എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ പാട്ടൊക്കെ പാടി ഇരുന്ന് ക്യാമ്പ് ഫയർ ഒക്കെ കത്തിച്ച് എത്ര നേരം എന്ന് പറയാം, ഞങ്ങൾക്ക് പോകാൻ തോന്നില്ലായിരുന്നു. ലൈക്ക് ആ നമ്മളൊരു സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിക്കൊണ്ട് ടൂറിന്റെ ലാസ്റ്റ് ദിവസം ആ ഒരു ഫീൽ ഇല്ലേ, അതുപോലെ ആയിരുന്നു. പക്ഷെ ഇതിനൊന്നും അങ്ങനെ ഇല്ല, ഇങ്ങനെ തീർന്നിട്ട് വേണം. പക്ഷെ അത് ചേച്ചിന്റെ അടിപൊളി ബിരിയാണി പകുതി അവര് ആ ബിരിയാണി ഞങ്ങൾക്ക് ഒരു എപ്പിസോഡിൽ ഞങ്ങളുടെ ലുക്ക് ഫോർവേഡ് എന്താ പറയാ, നിഖില ചേച്ചി ബിരിയാണി ഉണ്ടാക്കി എന്നുള്ളൊരിത് നിങ്ങളുടെ കാര്യത്തിലാണ് ശരിക്കും വിശ്വസിച്ചു. ജെബിൻ ചേട്ടാ, ആക്ച്വലി ക്വസ്റ്റ്യൻ ഫോർ യു ആൻഡ് ഐ വിൽ കം ടു ദ റെസ്റ്റ് ഓഫ് ദ ടീം ആസ് വെൽ. ഇപ്പൊ കുറച്ച് പേര് has been with you for a while on this journey as you started filming these short films in Halifax. And I think JB Creations was the first അല്ലെ മലയാളം ഷോർട്ട് ഫിലിം ഇറക്കാനും അതുപോലെ തന്നെ കവർ സോങ്സ് ഇറക്കാനും ഹാലിഫാക്സിലെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഇസ് ബൈ JB Creations, which is a great thing. ഇനി ഒരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്, out of these 3 film series, which one is your personal favorite? Oh my god. 3 പിള്ളേര് ഫോർ സം റീസൺ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയതും ഏറ്റവും കൂടുതൽ അവാർഡ്സ് വരെ കിട്ടിയ ചാർലിയാണ്.
ഇത് എനിക്ക് അറിയത്തില്ല റെസ്പോൺസ് ഒക്കെ. പിന്നെ മറ്റേതിനും എല്ലാത്തിനും നല്ല റിവ്യൂസും എല്ലാം നല്ല ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ സ്റ്റിൽ മൈ ഫേവറേറ്റ് ഇസ് മെയ്ഡ് ഇൻ ഹെവൻ. കാരണം എന്തോ ആ ഒരു ആംബിയൻസ്, പിന്നെ നമ്മുടെ പള്ളി ഷൂട്ട് വൈബ്, മെയ്ഡ് ഇൻ ഹെവൻ വാസ് സ്പെഷ്യൽ. ചേട്ടന് പാലയിനോടും ആ ഒരു എങ്ങനെ പറയണേ മറ്റേ വൈബ്, ഐ തിങ്ക് റിയൽ ലൈഫിലും ആ ഒരു വൈബ് ഇഷ്ടമുള്ള ആളാണ്. അത് കഴിഞ്ഞു. പാല ഇസ് മൈ ഫസ്റ്റ് ലവ്. ഓക്കെ. അല്ല ഈ സ്റ്റോറികളുടെ ഒക്കെ ഉത്ഭവം എന്നാണല്ലോ. അപ്പൊ ജിബിൻ ചേട്ടനോട് നമ്മൾ ചോദിച്ചു ഇനി മെയ്ഡ് ഇൻ ഹെവൻ തൊട്ട് ജിബിൻ ചേട്ടനെ ഒരു ജേർണി ഫോളോ ചെയ്യണമെന്നാണ് അതിൽ ചേച്ചിയും. ഔട്ട് ഓഫ് ദോസ് 3 വിച്ച് വൺസ് യുവർ പേഴ്സണൽ ഫേവറേറ്റ്? അങ്ങോട്ട് നോക്കാണ്ട്. Made in Heaven is my favorite. അത് എക്സ്പെക്ട് ചെയ്തില്ല. ആണോ? ചേട്ടൻ ഏതാന്ന് എക്സ്പെക്ട് ചെയ്തു? ചാർലി എക്സ്പെക്ട്. Made in Heaven ആണ് സ്പെഷ്യൽ ആണ്, വെരി സ്പെഷ്യൽ ആണ്. Very special. Is it because it was your first work or? ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ടാവാം, ചിലപ്പം ആ ടൈമിലായിരിക്കാം ഞാനും ഓക്കെ എനിക്കും ഇതിൽ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. സെയിം ടൈമാണ് എനിക്കിതിങ്ങനെ ഇങ്ങനെ ഒരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയിൽ ഇവിടെ വന്ന് നിൽക്കാൻ അത്ര ഷൈ ഒന്നും അല്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ തോന്നിയൊരു ആ ഒരു ഫീലിംഗ് വന്നപ്പോഴാണ് അഭി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് ഓക്കെ ഡയറക്ഷനിൽ കുറച്ചുകൂടെ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഡയറക്ടറിൻ്റെ കുറേ കാര്യങ്ങൾ അവനിൽ നിന്നാണ് പഠിക്കുന്നതും ഒക്കെ. അപ്പം ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ ബോത്ത് ഓഫ് അസ്. ഞങ്ങൾക്ക് രണ്ടും നോക്കി വെച്ചോ, പുതിയ ഡയറക്ടർ ആട്ടോ, അപ്കമിങ് ടെറർ. Talking about ടെററോ, ഹാലിഫാക്സിനെ ഇളക്കി മറിക്കാൻ ഇനി നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷനോ? കോമ്പറ്റീഷൻ ഒന്നും ഇല്ല, പുതിയ ഡയറക്ടർ ചെയ്യുന്ന അഭിനയിക്കും. നമുക്ക് വില്ലനാക്കിയാലോ ഒരു അപ്പൊ ജെബിൻ ചേട്ടനെ ഇപ്പൊ വില്ലനാക്കാനാണ് അടുത്ത പുതിയ പ്ലാൻ. അതെ, ഈടെ മമ്മൂട്ടിയൊക്കെ വില്ലനായിരുന്നു. മറ്റേ കടവാമനോ നിങ്ങളെങ്ങനെ വില്ലനായ കുഞ്ചാക്കോ? നമ്മുടെ ലവിങ് ബോയ് ഫ്രണ്ട്, മീൻ ഞങ്ങളുടെ യൂത്ത് കൗൺസിൽ അല്ലെങ്കിൽ മറ്റേ പ്രേമം, അങ്ങനെ എല്ലാ വൈബും എപ്പോഴും കുഞ്ചാക്കോ ബോബൻ ആസ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ. ഹീറോ. Evergreen. Okay. Wow. What a praise from your own team. അപ്പൊ ടോക്കിംഗ് അബൌട്ട് ന്യൂ പ്രോജക്ട്സ്, ആക്ച്വലി ഞാൻ ഈ ഇങ്ങോട്ട് വന്ന വഴി കുറച്ച് ഫ്രണ്ട്സ് ആണ് ഒന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടായി ദാറ്റ് യുനോ ഇന്റർവ്യൂ ഒക്കെ ആണെന്ന്. അപ്പോൾ എന്നോട് കാഷ്വലി പക്ഷെ വളരെ സീരിയസ് ആയിട്ടൊന്ന് ജോക്കിംഗ് ആയിട്ട് എന്നോട് ചോദിച്ചു, എടി ജെബിൻ ചേട്ടനോട് പതുക്കെ ഒന്ന് ഹിന്റ് ഇടാവോ, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്കും റോള് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ എന്ന് ഒരു ഫ്രണ്ട്, ഞാൻ പേര് റിവീൽ ചെയ്യുന്നില്ല, എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ചേട്ടൻ ഓൾവേസ് ടേക്സ് ന്യൂ ഫേസസ്, ഹി ലവ്സ് and always looking for new people that he can train and also make part of this project, and I think it's a big initiative. It's not easy. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിനെയും അത് വളർത്താനും വലിയൊരു, I think it's a big thing, and taking people out of their comfort zone, and as I guess the big thing for you is interest. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വരുമ്പോൾ എന്താണ് ജെബിൻ ചേട്ടൻ്റെ ഒരു അപ്രോച്ച്? ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ആദ്യം അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഈ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചാൽ മോശമാവോ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ഭയങ്കരമായിട്ട് അത് അന്ന് വേണ്ട മടിയായിട്ടിരിക്കുന്നവരുണ്ട്. പിന്നെ പേഴ്സണലി അറിയത്തില്ലാത്തവർക്കൊക്കെ നമ്മളോട് റീച്ച് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ ഇടുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു വൈബൊക്കെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്ത് അന്ന് വന്ന് ഓഡിഷനൊക്കെ ചെയ്ത് വൈബൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ലൈക്ക് സിങ്ക് ആവും. പക്ഷെ ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളവർ റീച്ച് ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ആഗ്രഹം. നമുക്ക് ടീം ബിൽഡ് ചെയ്യുക, ഗ്രോ ചെയ്യുക, പുതിയ ആൾക്കാർ വരിക, പുതിയ ആൾക്കാർ വരുമ്പം അവരുടെ കോൺട്രിബ്യൂഷൻസ് വരും, അങ്ങനെ നമ്മളും ഗ്രോ ആവും, വലിയ പ്രോജക്ട്സ് ഒക്കെ വരും. അപ്പൊ ആൾക്കാര് ഈ പറഞ്ഞ അഭിനയിക്കാൻ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് ഹാലിഫാക്സിലുണ്ട്. JB ക്രിയേഷൻസിനെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ജെബിൻ ചേട്ടൻ is actually I know this one text message away. ഒരു ഹൈ DM away. അയൻ ചേച്ചി അങ്ങനെയാന്ന് തോന്നുന്നു. both of you are very reachable. Personally me also I think പാളിപ്പോയതാണ്, പക്ഷെ അതും പറയാം. ചാർലിയില് ഷെർലിന്റെ കൂടെ ഞാനും വെറുതെ ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ഒന്നിച്ച് പോയി ഓഡിഷന്. അപ്പൊ I remember അന്നത്തെ ഓർമ്മ വെച്ചിട്ട് ജെബിൻ ചേട്ടൻ ഇന്നെ വിളിച്ചത്. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ് that you didn't forget, and
ഈ ഓഡിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട് വെക്കും, അതിനകത്ത് 2-3 ഇപ്പം നമ്മുടെ വലിയ സിനിമയൊന്നും അല്ലോ, കുഞ്ഞു കുഞ്ഞ് വർക്കായിരിക്കും. അപ്പം അതിനകത്ത് 2-3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി ആയിരിക്കും ഓഡിഷൻ. പക്ഷേ നമ്മൾ കുറേ പേരൊക്കെ ഓഡിഷനൊക്കെ വരുമ്പോൾ അവർക്ക് ശരിക്കും സ്യൂട്ടായിട്ടുള്ള വേറെ പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഓഡിഷൻ അവർ വന്നുകൊണ്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അന്ന് ഒരാൾ വന്നില്ലായിരുന്നോ അതിന് സ്യൂട്ടല്ലേ. ഓഡിഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവരുടെ ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഫസ്റ്റ് മെയ്ഡ് ഇൻ ഹെവനില് ആ ടൈമിലാണ് ഞാൻ ജെബിന്റെ അടുത്ത് അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അറ്റ്ലാന്റിക് വീൽസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവം തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കണം. നമ്മൾ പറയാതെ അവനും അറിയാൻ പറ്റില്ല. അപ്പം അന്നേ എനിക്ക് ഓർമ്മയുണ്ട്, അവനിപ്പം ജെബിൻ നമ്മളടുത്ത് പറഞ്ഞ ഒരു സംഭവം വെച്ചാൽ, ചേട്ടാ നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പം അവൻ നേരത്തെ ടൊറന്റോയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ പുതിയ സ്ഥലമാണ്, ഇവിടെ ഒരുപാട് ആൾക്കാരെ അറിയില്ല. അപ്പം ഇങ്ങനെ കഴിവുള്ളവരും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒരുപാട് ഇവിടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിയില്ല ആരെയും. അപ്പം നമുക്കൊരു വലിയ ടീം ബിൽഡ് ചെയ്യണം. അപ്പം നമുക്ക് അത് നമ്മുടെ സ്വന്തം പ്രോജക്റ്റ് ആവണമെന്നില്ല, വേറെ പ്രോജക്റ്റ് ആയിരിക്കാം. ഇപ്പം ഇവൻ പറഞ്ഞ പോലെ തന്നെ അന്നേ അവൻ്റെ ആ ഒരു വിഷൻ അതായിരുന്നു. he is doing it. അത് സ്ലോലി ലൈക്ക് എല്ലാം ബേബി സ്റ്റെപ്സ് ആണല്ലോ. ഒരു കുഞ്ഞു സ്റ്റെപ്സ് വെച്ച് നമ്മൾ വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അൾട്ടിമേറ്റ് ഗോൾ അപ്പോ അൾട്ടിമേറ്റ് ഗോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പാഷനേറ്റഡ് ആളൊന്നും അല്ല. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ടീം ഡിസഗ്രി ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് 1 at a ടൈം എന്നുള്ള ഒരു പരിപാടി. അപ്പം JB ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വലിയ പ്രോജക്ട്സ് ചെയ്യണം അങ്ങനെ ഓർത്തൊന്നും അല്ല. ഞങ്ങൾ ടൊറന്റോയിലായിരുന്നപ്പം ഇതുപോലെ ഞാൻ വേറെ പ്രോജക്ട്സിനൊക്കെ പാർട്ടായിട്ടുണ്ട്. ലൈക്ക് അഭിനയിക്കാൻ മാത്രം പോയി അഭിനയിച്ചു കഴിഞ്ഞു തിരിച്ചു വന്നു. അതിന് നമ്മുടേതായിട്ട് ഒരു ഡയറക്ഷൻ പരിപാടി, കഥ എഴുതില്ല, അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ചുമ്മാ ചെറിയ കോണ്ടന്റ് ഒക്കെ വെച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഞാനും മെയിനായിട്ട് പറയേണ്ടത് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് റൂബി, സ്റ്റെഫി എന്ന് പറഞ്ഞ ഞങ്ങൾ 3 പേരും കുറെ കവർ സോങ്സ് ആൻഡ് വീഡിയോസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെയാണ് ആദ്യം ഭയങ്കര റീച്ചൊക്കെ ആയതൊക്കെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിൽ ഏറ്റവും റീച്ച് അതിന് തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു പേരിട്ടു. ആദ്യം ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അത് പാലനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് ആ ഒരു സോങ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതായ കാരണം അത് ചെയ്തു. പിന്നെ ഞാൻ ഹാലിഫാക്സിൽ മൂവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ എൻ്റെ എല്ലാ കണക്ഷൻസും പോയി. എൻ്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടീം മൊത്തം പോയല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. റീച്ച് ഔട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരുമായിട്ട് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ഇവരെ അറ്റ്ലാന്റിക് റീൽസിൽ മാത്രം ഞാൻ കാണത്തുള്ളൂ. കാരണം ഇവർ ഇങ്ങോട്ടും വേണ്ടിയതാ, അങ്ങനെയല്ലേ അറിയത്തും. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു പരിപാടി ഇല്ലാത്ത കാരണം ഇവർ മെസ്സേജ് അയച്ചു. അന്നോട്ടേ നമ്മളിപ്പോൾ എൻ്റെ ഒരു ഓൺ ബ്രദർ, ഓൺ സിസ്റ്റർ ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ബിൽഡ് ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗോളില്ല, ഒരു അൾട്ടിമേറ്റ് ഗോളൊന്നും ഇല്ല. 1 at a ടൈം, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അങ്ങനെ ഒരു പരിപാടി. പക്ഷെ ഐ തിങ്ക് ഫ്രം വട്ട് ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു ജെബിൻ ചേട്ടന്റെ വലിയൊരു ഐ മീൻ JB ക്രിയേഷൻസ് ആൻഡ് ഓൾ ദ പ്രോജക്ട്സ് യു ഗൈസ് വർക്ക് ഓൺ, ഐ തിങ്ക് ഇറ്റ്സ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, building each other, pulling out all the hidden talents and really making people shine. So I think that's great. That ഇങ്ങനെയൊരു എഫേർട്ട് ഇവിടെ ഹാലിഫാക്സ് നടക്കുന്നത് വലിയൊരു സംഭവം. And I think for anyone who wants to be a part, I guess simple hey or simple hi. And I guess ഇപ്പൊ വീടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ അപ്രോച്ചബിൾ ആയിട്ട് ആൻ ചേച്ചി. At the end of the day, it's a group of people who love movies, acting, cinema, everything. അപ്പൊ എല്ലാവരുടെയും ഒരു ഫാക്ടർ ആയിരിക്കും ജെബിനായിട്ട് അലൈൻ ആവുന്നത്. ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫി ആയിരിക്കും, ചിലപ്പോൾ ഇവർക്ക് ആക്ടിങ് ആയിരിക്കും, ചിലപ്പോൾ ഇവർക്ക് ഡയറക്ടറി റോൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സംഭവം നമ്മുടെ മനസ്സിൽ ആക്ടിങ്ങിനോടും സിനിമയോടൊക്കെ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ഫൺ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. പേരില്ല, എനിക്ക് ഇതിനകത്ത് പേരില്ല. ഓ ശരിയാ, ശരിയാണല്ലോ. ഡയറക്ടർ ബ്രില്യൻസ് 7 എപ്പിസോഡ് പേരില്ലാതെ അഭിനയിച്ചു. ഞാൻ ആക്ച്വലി നാളൊരു പോസ്റ്റ് കണ്ടിരുന്നു, മലയാള സിനിമയിൽ എപ്പിക്കാനുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് പേരില്ലേണ്ടത്. ഞാനിപ്പോ ഷെയർ ചെയ്തു. You don't have a name. I fall in love with the person. എല്ലാവരുടെയും കമന്റ് ചെയ്യാ നായകന്റെ പേരെന്ത്. No, that's fun. ചേട്ടന്റെ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് പോകുന്ന ഒരു പേര്. I guess that's something the audience can help with. Actually, I have a better question. Maybe to Ria. ഇപ്പൊ ജെബിൻ ചേട്ടന്റെ റോള് ഒരു you can have your bias. ഇപ്പൊ ഒരു
നമ്മുടെ വളരെ പ്രിയപ്പെട്ട മലയാളം മൂവി ആക്ടേഴ്സ് ആരെങ്കിലും ആണ് പ്ലേ ചെയ്തിരുന്നെങ്കിൽ ഹു വുഡ് യു വാണ്ട് യുവർ അതർ ഹാഫ് ടു ബി ഓൺ സ്ക്രീൻ? ഈശ്വരാ, എനിക്കറിയാം അറിയത്തില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാൻ അറിയത്തില്ല. വേറെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. No. Not anymore. I'm not a കുഞ്ചാക്കോ ബോബൻ. Okay. പഴയതെന്ന് Yeah. പറഞ്ഞാൽ ആരെയും കേൾക്കുന്നില്ല. പേര് പറഞ്ഞു എനിക്ക്. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ജാഫർ ഇടുക്കി. നിവിൻ പോളി, ഈയിടെ ആരാ പ്രജ്വലും Oh, Sovino could be good. ഓക്കെ, വൺ സെക്കൻഡ്. ജോബി കേട്ടല്ലോ അല്ലേ? Okay, great. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് പൊട്ടൻഷ്യൽ, ഇപ്പോൾ ബൈ ഫാർ വീവ് ഹാഡ് എ ഫ്യൂ പ്രോജക്ട്സ് വിത്ത് JB Creations. ഇപ്പോൾ ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി ശരിക്കും ഒരു 3 സംഭവങ്ങളുണ്ട്. എൻ്റെ അല്ല കേട്ടോ. ഒന്ന്, ഞാൻ മറ്റേ ചാർലി നീ അത്യാവശ്യം ഹിറ്റല്ല, അപ്പോൾ ഞങ്ങൾ അതിന്റെ സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്താൽ അത് ഭയങ്കര ഡിലേ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ കൂടെ 1-2 പേര് ചോദിച്ചു. ആണോ? അപ്പോൾ നമുക്ക് ഇപ്പോഴും കമന്റ്സ് ഒക്കെ വരും അതിന്റെ സെക്കൻഡ് പാർട്ട് ആദ്യമായിട്ട് കാണുന്ന സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് വരുന്നതൊക്കെ. പക്ഷെ അതെന്തോ ആ സമയത്ത് ഡിലേ ആയിപ്പോയി, ആ ഒരു ടച്ചിങ് പോയി. പിന്നെ എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഞങ്ങൾ ഇറക്കും, ഹൊറർ പരിപാടി. പിന്നെ എൻ്റേതല്ലാത്ത 2 പരിപാടികൾ പയ്യെ പൊങ്ങി വരുന്നുണ്ട്. ഒന്ന് ചേട്ടൻ്റെ, ഞാൻ അന്ന് ഫസ്റ്റ് ഞങ്ങൾ 2 പ്രോജക്റ്റ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഒരു ഓൺ പരിപാടി സെറ്റ് ചെയ്യാനുള്ള ഒരു കാലിബർ ഉണ്ടെന്ന്. ആ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിലും പരിപാടികളും ആ ഒരു പേഷ്യൻസും എല്ലാം ഉണ്ട് പുള്ളിക്ക്. ഹീ ക്യാൻ ബി എ ഡയറക്ടർ, ഹീ ക്യാൻ ബി എ റൈറ്റർ, ദേ ക്യാൻ ബി ബോത്ത് കോ റൈറ്റേഴ്സോ വോട്ടെവർ. അതെ, അത് പറ്റും. അപ്പൊ പുള്ളി അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒരു സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ. അപ്പൊ അതിനകത്തും അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ പോവും. പിന്നെ പുള്ളിയുടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, പുള്ളി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഇപ്പൊ അതിന്റെ ഡിസ്കഷൻസ് കഥയൊക്കെ. അത് അവർക്ക് ഒരു ടീമുണ്ട്, പ്രജിത് ബ്രോ, പിന്നെ പേര് പറഞ്ഞു കേട്ടോ, ഋഷി ബ്രോ. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടുന്നതായിരിക്കും. കുറച്ചധികം ബയസ് ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. വേണ്ട, ഇത് ഒഴിവാക്കാം. അപ്പോ എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ആക്ച്വലി ആസ്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് അധികം ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ലോട്ട് ഓഫ് ഷോർട്ട് ഫിലിംസ് ആർ ബീങ് റിലീസ്ഡ്. Everyone, there's a lot of people who are interested in these things. But why should I, for example, or anyone open and watch? വിൽ ടേക്ക് യു ബാക്ക് ഇൻ ടൈം. നമുക്ക് എന്താണെങ്കിലും എല്ലാവർക്കും ഒരു പ്രണയം കാണും, അല്ലെ എന്തെങ്കിലും ആ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാകും. കള്ളം പറയണ്ട, ഉണ്ടായിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള പോലെ ഉണ്ടല്ലോ ജിബിൻ ചേട്ടാ. ഇഷ്ടം പോലെ. ഇനി ഒരുപാട് കഥകൾ വരാനാണ്. അതെ, എഴുതി വെച്ചേക്കാം. How thick is that script? സോ അതുപോലെ അപ്പൊ ഈ കാണുന്ന എന്തിനൊക്കെ റിലേറ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ക്രിഞ്ചാണ്, എല്ലാം ക്രിഞ്ചാണ്. ഈ ലവ് തൊട്ട ക്രിഞ്ചാണ്. പക്ഷെ ആ ക്രിഞ്ചിൽ എന്തോ ഒരു ഭംഗിയുണ്ട്. ഇത്രയും ഒരു ഇതുള്ള ക്രിഞ്ച് വേറെ ഇല്ലെന്ന് ഞാൻ പറയാം. അതെ, അതിനകത്ത് ഇപ്പം ജിം പറഞ്ഞതിനകത്ത് അവൻ മിക്കപ്പോഴും ഒരു സ്റ്റോറി നമ്മുടെ ഇപ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഓക്കെ കേട്ടിരിക്കും, പക്ഷെ നമുക്കറിയാം ഇത് ചെയ്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഇത് പുതിയൊരു സ്റ്റോറിയല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം, സിനിമകളിലൂടെ ആയാലും അല്ലെങ്കിൽ റിയൽ ലൈഫിലായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഹൗ യു മേക്ക് ഇറ്റ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു ഡിഫറൻസ്. ദ ഫിലിം ഇറ്റ്സെൽഫ് വിൽ മേക്ക് യു വാച്ച്. പുള്ളി പറഞ്ഞപ്പോൾ ഓർത്ത ഈ ഇതുപോലത്തെ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഇത് കണ്ടാൽ ഇത് എത്ര സിനിമയിൽ ഇതുണ്ടെന്ന് പറയാം. ഈവൻ ഇത് ഫുള്ളി ഓം ശാന്തി ഓശാന റെഫറൻസ്ഡ് ആണ്. ഈവൻ ആ പാട്ട് പോലും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല. അപ്പൊ ആ പുതുമയില്ലാത്ത ആ ഒരു സംഭവത്തില് നമ്മുടെ ആ ഒരു കോണ്ടന്റ് എങ്ങനെ കാണിക്കാം, അപ്പൊ ഒരു ഫ്രഷ്നെസ് തോന്നിക്കാം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞോടും ഒന്ന് റെസ്പോണ്ട് ആയിട്ട് പറയാനാണെങ്കിൽ, I thought it was different because I could relate. Yeah. Ipo the way you presented it was very different. Ipo Om Shanti Oshanile oru reethiyana, പക്ഷെ I think it was very relatable. നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ I think നാടിന്റെ ആ ഒരു എന്താ പറയുന്നത്, ഇവിടെ നാടിന്റെ ഒരു ഫീല്, ഇവിടെ ആ ഒരു മലയാളം മൂവിയുടെ ഒരു ഫീല്. അപ്പോൾ നമ്മള് ഇന്ന് വളരെ ഇൻട്രസ്റ്റിങ്ങും എന്തൂസിയസ്റ്റിക്കും അങ്ങനെ കുറെ വെരി ഡിഫറെന്റ് വൈബ്രന്റ് ആയിട്ടുള്ള ഈ ടീമിനെ മീറ്റ് ചെയ്തു.
ഇവര് അവരുടെ ഹൃദയം മൊത്തം ഇട്ട് കുറച്ചെങ്കിലും ഇട്ട് ഉണ്ടാക്കിയ ഒരു ഐ ഗെസ് എ വെരി ഡിയർ ടു ദ ഹാർട്ട് പ്രോജക്റ്റ് ആണ് മഞ്ഞ് വീണ് അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ വിന്റർ റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് വിൽ മോസ്റ്റ് ഡെഫിനറ്റ്ലി റിലീസ് ആൻഡ് ഐ തിങ്ക് ദിസ് വിൽ ബി ആഫ്റ്റർ ദ റിലീസ്. അപ്പോൾ ഐ ഗെസ് Jevin Jeta, you're really looking forward to people's response, and I think he's the kind of guy to take all the feedback in a positive way. Appo definitely tell him everything you want. We are all very excited to see how it will come out, and എല്ലാരും കാണണം എന്നാണോ ജിമിൻ ചേട്ടന് പറയാനുള്ളത്? എല്ലാരും കാണണം, കണ്ടു നോക്കി. പിന്നെ പേഴ്സണലി ഐ വിൽ സേ ഒരു എപ്പിസോഡ് കണ്ടാൽ മതി, പിന്നെ കണ്ടുപോകും. അല്ല അതിന് എനിക്കും ലൈക്ക് ഐ കുഡന്റ് ടേക്ക് മൈ ഐസ് ഓഫ്. ഐ വാസ് ഗ്ലൂഡ് ടു ഇറ്റ്. ഇനി എൻ്റെ പേഴ്സണൽ ബയസ് ആണെന്ന് അറിയത്തില്ല. ഹാലിഫാക്സിൽ താമസിക്കുന്നവർക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് യു വിൽ എൻജോയ് വാച്ചിങ്. വിഷിംഗ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എ ലോട്ട് ഓഫ് ഫ്യൂച്ചർ പ്രോജക്ട്സ് കമ്മിങ് അപ്പ്. അപ്പോൾ ഇനിയും വളരണം ടീം, എന്നിട്ട് വലിയൊരു സംഭവമായിട്ട് മാറാൻ വേണം ഹാലിഫാക്സിൽ. അപ്പോൾ ഐ ഗെസ് ദിസ് ഇസ് ഓൾ ദ വിശേഷം ഫോർ ടുഡേ. ഇനിയും കുറേ വിശേഷങ്ങളായിട്ടും ഇനിയും വലിയ വലിയ പ്രോജക്ട്സ് ആയിട്ടും വലിയ സംഭവങ്ങളായിട്ടും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും, അല്ലേ ജിമിൻ ചേട്ടാ? പിന്നെ ഒരു ബൈ പറഞ്ഞല്ലോ. Thank you guys. Yay.